ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇഫ്താർ സ്പെഷ്യലായിട്ട് കുഞ്ഞിപ്പത്തിരീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിനായിട്ട് ചിക്കൻ കറി തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് കഴുകി ക്ലീനാക്കി വെച്ച ചിക്കന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റാക്കി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പിന്നീട് ഇതിലേക്ക് പൊടികളായിട്ട് 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നീട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുഞ്ഞിപ്പത്തിരി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയതും കുറച്ച് ജീരകം, ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു അരപ്പ് കൂടെ നമ്മൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കുക. പിന്നീട് ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് കുറച്ച് നേരം ടൈം ഒന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിക്കിട്ടെ എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോഴേക്കും നമ്മൾ ഈ ചിക്കൻ കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്ത് കളറ് മാറുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് കുറച്ചും കൂടെ ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഒന്ന് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഈ മാവിൽ നിന്നും ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. കൈവെള്ളയിലിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞിപ്പത്തിരീൻ്റെ ഷേപ്പിൽ ആക്കിയിട്ടെടുക്കുക. ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഉരുട്ടിയെടുത്ത് ഇതുപോലെ ചെയ്തിട്ടെടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ട് കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വറുത്ത് നല്ല കളറൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ എല്ലാം റെഡിയായതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാവുന്നതാണ്. 15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും അവിടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ വേവിച്ച് വെച്ച ഒരു കുഞ്ഞിപ്പത്തിരി ഇതുപോലെ നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തെടുത്ത ആ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കാനായിട്ട് ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. തേങ്ങയൊക്കെ വറുത്ത് ചേർക്കണതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മൾ ആ ഒരു അരിപ്പൊടിയിലേക്ക് തേങ്ങ ഒതുക്കി ജീരകവും ചെറിയുള്ളിയൊക്കെ വെച്ച് ചേർക്കണതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.